പെരിന്തളം പഞ്ചായത്തിലെ കോളംകുളം വാർഡിൽപ്പെട്ട ബിരിക്കുളത്ത് താമസിക്കുന്ന പി ബാലകൃഷ്ണൻ ഗീത ദമ്പതികളുടെ മകൾ ഗീതു കെ. ആ കുട്ടി കോളേജിലാണ് പഠിക്കുന്നത്. 19 വയസ്സാണ്. ഹൃദയ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഹാർട്ടിൻ്റെ വാൾവ് മാറ്റി വെക്കേണ്ട രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആകെ 10 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടൊരു ജോലിയുമില്ല, വരുമാനമൊന്നുമില്ല. ഈ കുട്ടിക്ക് തന്നെ ഗീതുവിന് തന്നെ ഒരു 3-ാമത്തെ വയസ്സിൽ ഒരു തവണ വാൾവ് മാറ്റിവെച്ചാണ്. അപ്പോൾ എന്തായാലും അവരെ ജീവൻ നിലനിർത്തണമെങ്കിൽ 2 മാസത്തിനുള്ളിൽ അടിയന്തരമായ ശസ്ത്രക്രിയ ചെയ്ത് വാൾവ് മാറ്റണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടത്. പിന്നെ എറണാകുളത്തിൽ ഡോക്ടർമാരെ കണ്ടു. അവർ 2 മാസത്തിനുള്ളിൽ വാൾവ് മാറ്റിയാലേ അവരെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. ഒരു 20 ലക്ഷം റുപ്യ അതിൻ്റെ പൈസ പറഞ്ഞു. 20 ലക്ഷം റുപ്യോളം അതിന് വേണ്ടി വരും. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് എന്തായാലും ഞങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ബാലകൃഷ്ണനെ കൊണ്ടോ ഈ കാര്യം കൂട്ടിയാൽ കൂടൂല എന്ന് ഉറപ്പാണ്. അപ്പോൾ സന്മനസ്സുകളുടെ സഹായം എങ്ങനെയായാലും പത്രക്കാർ വഴിയായാലും ഏത് വഴിക്കായിട്ടും നാട്ടുകാരെയൊക്കെ സഹായം പരമാവധി സ്വീകരിച്ചിട്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇതിന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന് ചെയർമാൻ പെരിന്തളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ടി കെ രവിയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ചെയർമാൻ ആ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി കെ പി ചിത്രലേഖയാണ്. കൺവീനർ ടി വി സതീഷ് ബാബു, ട്രഷറിയെ ശശിധരനോട് വന്നിട്ടുണ്ട്. ശശിധരൻ. വൈസ് ചെയർമാൻമാർ വി മോഹനൻ, സി വി ബാലകൃഷ്ണൻ, എസ് കെ ചന്ദ്രൻ, താജുദ്ദീൻ കമ്മാടം, ഷഫീഖ്. ജോയിൻറ്റ് കൺവീനർ എൻ വിജയൻ, പി രാഘവൻ, വി വിനോദ്, ബാബു ചേമ്പേന. അപ്പോൾ എന്തായാലും ആ കുട്ടീനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം ഞങ്ങൾ നാട്ടുകാരോടും പിന്നെ സന്മനസ്സുകളൊക്കെ അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയാം.